വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ 2024 നവംബറിൽ ആരംഭിക്കുന്ന LGS മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അതിൽ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ആ 20 മാർക്കും നിങ്ങൾ ഓരോ കുട്ടികളും നേടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷനാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഭംഗിയായി ക്ലാസ് കേൾക്കുക, എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കുക കേട്ടോ. ശ്രദ്ധിക്കൂ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്താ? എന്താണ് സൈനിക നീക്കത്തിന്റെ പേര്? ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. എന്താണ് ഓപ്പറേഷൻ സർവശക്തി? നെക്സ്റ്റ് വൺ, 2024 സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? റഷ്യക്കാണ്. നെക്സ്റ്റ് വൺ, ഏത് ചരിത്ര സംഭവത്തിന്റെ 215ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഏത് ചരിത്ര സംഭവത്തിന്റെ 215ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? കുണ്ടറ വിളംബരം. നടന്ന വർഷം 1809 നെക്സ്റ്റ് വൺ, 2024 G20 വേദി ഏതാണ്? 2024 G20 വേദി റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. നെക്സ്റ്റ് വൺ, കേരള ഗവൺമെന്റ് ആദ്യമായി സീ ഫുഡ് കഫേ ആരംഭിച്ചത് എവിടെയാണ്? കേരള ഗവൺമെന്റ് ആരംഭിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ആദ്യത്തെ സീ ഫുഡ് കഫേ ആരംഭിച്ചത് വിഴിഞ്ഞത്ത് അഴാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. വിഴിഞ്ഞത്ത് അഴാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നെക്സ്റ്റ് വൺ, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാള്, അശോക് ഹാള് തുടങ്ങിയവയുടെ പേര് മാറ്റുകയുണ്ടായി. അതിന്റെ പുതിയ പേരെന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും, ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും, അശോക് ഹാളിന്റെ പുതിയ പേര് അശോക മണ്ഡപം എന്നുമാണ്. അശോക് ഹാളിന്റെ പുതിയ പേര് അശോക മണ്ഡപം എന്നുമാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ അപൂർവ ഇനം മേഘമല വെള്ളിവരയൻ ഏത് ഇനത്തിൽ പെടുന്നതാണ്? അല്ലെങ്കിൽ ഏത് ജീവി വർഗമാണ്? ചിത്രശലഭമാണ് കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടത്തിൽ ഈ അടുത്തിടെ കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവി വർഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചിത്രശലഭമാണെന്ന് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, 16ാം ധനകാര്യ കമ്മീഷൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയ. നെക്സ്റ്റ് വൺ, സംസ്ഥാനത്തെ ആദ്യത്തെ ഓൺലൈൻ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയ പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയ പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഏതാണ്? മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഏതാണ്? കേരളം. നെക്സ്റ്റ് വൺ, കേരള ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്തത്തിൽ ഉൾപ്പെടുന്ന ബധിരരും മൂകരുമായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് പ്രാപ്യം. എന്താണ് പദ്ധതിയുടെ പേര്? പ്രാപ്യം. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളും ക്ഷോഭങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ട്. അപ്പൊ അതിൽ പെടുന്ന ബധിരരും മൂകരുമായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് എന്ത്? പ്രാപ്യം എന്ന് പറയുന്നത്. എന്താണ് പേര്? പ്രാപ്യം ട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ ട്ടോ. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ രൂപീകരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റിന്റെ പേരാണ് തന്മുദ്ര. കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് തന്മുദ്ര. വെബ്സൈറ്റിന്റെ പേര് മാത്രമല്ല, അതിനുവേണ്ടി കേരള സർക്കാർ ഒരു പ്രചരണ പരിപാടി കൂടെ നടത്തുന്നുണ്ട്. ആ പരിപാടിയുടെ പേരും എന്തുതന്നെയാണ്? തന്മുദ്ര തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ പ്രത്യേകതയുള്ളത്. കൈലാസ് നാഥ്. ആരാണ്? കൈലാസ് നാഥ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ശ്രദ്ധിക്കണം, കടൽപ്പാലാണ്. നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു. ഏതാണ് അതിന്റെ പേര്? അടൽ സേതു. നെക്സ്റ്റ്, ലോകത്താദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച സിനിമ. ലോകത്തിന് ആദ്യമായിട്ട് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച സിനിമയുടെ പേര് ദബാരി ക്യുരുവി. എന്താണ്? ദബാരി ക്യുരുവി. ആ ഭാഷ ഏതാണെന്നും കൂടെ നമ്മൾ പഠിക്കണം. ഒരു ഗോത്ര ഭാഷയായ ഇരുള ഭാഷയാണ്. ഗോത്രഭാഷ ഇരുള ഭാഷ.
നെക്സ്റ്റ് വൺ 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? 2024 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന പൊന്മാനാണ്. നീലു എന്ന പൊന്മാനാണ്. നെക്സ്റ്റ് വൺ രാജ്യത്ത് ആദ്യമായി മഴമാപിനി വെബ്സൈറ്റ് രൂപീകരിച്ച ജില്ല ഏതാണ്? വയനാട്. രാജ്യത്ത് തന്നെ ആദ്യമായി മഴമാപിനി വെബ്സൈറ്റ് രൂപീകരിച്ച ജില്ലയാണ് വയനാട്. ഈ വയനാട്ടില് നമ്മൾക്കറിയാം ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ അത് ഏത് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെയാണ് ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ഗ്രാമങ്ങളൊന്നും ഓർക്കുക കേട്ടോ. ഗ്രാമപഞ്ചായത്തല്ല, ഗ്രാമം മുണ്ടക്കയും ചൂരൽമലയും. ആ ഗ്രാമം ഓർക്കണം, മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഇനോഗ്രേഷൻ നടത്തിയത് എവിടെ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കിന്റെ ഇനോഗ്രേഷൻ നടത്തിയത് കൊച്ചിയിലാണ്. ഉദ്ഘാടനം നടത്തിയത് കൊച്ചിയിലാണ്. ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് വൺ ജർസുഗുഡ താപവൈദ്യുത പദ്ധതി. ഒരു പുതിയ താപവൈദ്യുത പദ്ധതി വരികയാണ്. അതിന്റെ പേര് ജർസുഗുഡ താപവൈദ്യുത പദ്ധതി. ഇത് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷ. നെക്സ്റ്റ് വൺ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെയും നിങ്ങളോട് വീണ്ടും ആവർത്തിച്ചു പറയാണ്, 20 മാർക്കാണ് നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓരോ പോയിന്റുകളും നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ പറയുന്നത് ചിലപ്പോൾ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് 4 എണ്ണോ 5 എണ്ണോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കിട്ടണം നിങ്ങൾ എഴുതണമെന്നില്ല, അല്ലാത്ത നിങ്ങൾ എഴുതി വെക്കുക, പിന്നെയും വായിക്കുക. വായിച്ചാൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ പതിയുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. തുളസീവനം ഉദ്യാനം ഏത് ഇക്കോ ടൂറിസം സെന്ററിലാണ്? എന്താണ്? തുളസീവനം ഉദ്യാനം ഏത് ഇക്കോ ടൂറിസം സെന്ററിലാണ്? അതായത് ഒരു 10-30ഓളം വെറൈറ്റി തുളസി വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് തുളസീവനം എന്ന് പറയുന്നത്, ഉദ്യാനം. ആ ഉദ്യാനത്തില് 30ഓളം വെറൈറ്റി തുളസികൾ ഉണ്ടാകുന്നു. അത് ഏത് ഇക്കോ ടൂറിസം സെന്ററിലാണ്? കോന്നി എവിടെ അറിയാലോ എല്ലാവർക്കും? പത്തനംതിട്ടയിലാണ് കേട്ടോ. അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതിയിലെ വ്യവഹാരങ്ങൾ കാണാനും അവിടെ എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് നടക്കണേന്ന് കാണാനുള്ള ഒരു എന്താ പറയുക സൗകര്യം ഒരുക്കി കൊടുക്കുക. അത് അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക. ആ പദ്ധതിയുടെ പേരാണ് സംവാദം. കേട്ടോ. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയോ എല്ലാ ബുധനാഴ്ചകളിലുമാണ്. എവിടെ പോവാം? ഹൈക്കോടതിയിൽ. അപ്പൊ കേരള ഹൈക്കോടതിയിൽ പോയി 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണ് ഏത്? സംവാദ. അടുത്തത് 2023 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023 കേട്ടോ. PN ഗോപികൃഷ്ണൻ. ആരാണ്? PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രോസസർ വികസിപ്പിച്ച യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ AI. ഇപ്പൊ AI-യുമായി ബന്ധപ്പെട്ടിട്ട് പല ചോദ്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രധാനമാണ് കേട്ടോ. AI പ്രോസസർ വികസിപ്പിച്ച യൂണിവേഴ്സിറ്റി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയേക്കാൾ കൂടുതൽ ആ പ്രോസസറിന്റെ പേര് കൈരളി എന്നാണ്. അത് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് പഠിക്കുക. എന്താണ് അതിന്റെ പേര്? കൈരളി എന്നാണ്. നെക്സ്റ്റ് വൺ കൊട്ടാരക്കര ഭദ്ര. ഒരു കലാകാരിയുടെ പേരാട്ടോ. അവർ ഈയിടെ അന്തരിക്കുകയുണ്ടായി. അവർ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കഥകളിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആഭ്യന്തര യുദ്ധം. അതായത് വളരെ തകൃതിയുടെ വലിയ പ്രശ്നത്തോടുകൂടി ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഹെയ്ത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ദൗത്യത്തിന്റെ പേരെന്താ? ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ് പേര്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. നെക്സ്റ്റ് നോക്കൂ. യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസാക്കി
അത് നടപ്പിലാക്കിയ ആദ്യ നമ്മൾ യൂണിഫോം സിവിൽ കോഡ് ഗോവ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് അങ്ങനെയല്ല, ഗോവ യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഗോവ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കി നടപ്പാക്കി ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഉത്തരാഖണ്ഡ പറയാ കേട്ടോ. ഇനി കേരളത്തിലെ ലോകായുക്ത ആരാണ്? കേരള ലോകായുക്തയായി നിയമിതയായത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. അടുത്തത് 77ാമത്തെ സന്തോഷ് ട്രോഫി നേടിയതാരാണ്? 77ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ്. ആരാണ്? സർവീസസ് ആണ്. നെക്സ്റ്റ് വൺ, 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2024 ഹരിവരാസനം പുരസ്കാര ജേതാവിന്റെ പേര് PK വീരമണിദാസൻ. ആരാണ്? PK വീരമണിദാസൻ. അദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. അദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. അപ്പൊ നമ്മൾ ഇന്ന് 30 കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടായി 2024 ബന്ധപ്പെട്ട്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഏകദേശം ഇത്രയെണ്ണം പഠിക്കേണ്ടായി. ഇനി ഒരു 3-4 ക്ലാസ്സിൽ കൂടെ നമുക്ക് 2024 മാക്സിമം കഴിയും. അതിനുശേഷം 2023 കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അത് അടുപ്പിച്ച് ആവില്ല, ഒരു 3-4 ക്ലാസ് മറ്റ് ജനറൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്, ജനറൽ അവയർനെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിടുന്നുള്ളൂ. കാരണം അടുപ്പിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. പരമാവധി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവാർഡ് തന്നെയോ അല്ലെങ്കിൽ എന്താ പറയുക കായിക രംഗം തന്നെയോ അങ്ങനെ കൊടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പത്തിനാണ്. ഓരോരുത്തരും നന്നായി കേട്ടതിന് ശേഷം അറിയാത്ത കാര്യങ്ങൾ ഭംഗിയായി നോട്ട് എഴുതി വെക്കുക. ഓരോ ദിവസം അത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 20-ൽ 20 മാർക്ക് തന്നെ കറണ്ട് അഫയേഴ്സിൽ നേടാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റേണ്ടത് നന്നായി മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായി ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി എന്താ വെച്ചാൽ 45 ദിവസത്തെ യജ്ഞത്തിലാണ് നമ്മളിപ്പം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ക്ലാസ് 45 ദിവസത്തിനുള്ളിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് തുടങ്ങിയിട്ട് അത് തീരില്ല എന്ന് കാണുകയാണെങ്കിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് പോലുള്ള ക്ലാസ്സുകൾ ഒരു ദിവസം 1-2 വീഡിയോ അഡീഷണൽ ആയിട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 45 ദിവസത്തിനുള്ളിൽ പോർഷൻ മുഴുവൻ തീർത്ത് നമ്മൾ റിവിഷനുള്ള, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനുള്ള തയ്യാറെടുപ്പിൽ എത്തും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ പോരും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാങ്കിൽ ഇടം നേടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.